വെള്ളം കെട്ടി നിറയുമ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഈ കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അവരെ സന്തോഷം പങ്കുവെച്ചിട്ടാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോണത്. 1.5 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് 25 ദിവസം കൊണ്ട് ടോട്ടലി ആ സ്കൂളിൻ്റെ സിലബസിൽ നിന്ന് മാറ്റം വരികയാണ്. ഒരു യൂണിയൻ ഉണ്ടാക്കി സംഘടിതമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ അതിൽ കൂടെ ഭയങ്കര ഡേഞ്ചറാണ് ഇതിൽ വരൽ. ഭയങ്കര ഡേഞ്ചർ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നൊരു വട്ടം ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യാൻ ശ്രമിച്ചത് നടന്നിട്ടില്ല. ഇതൊക്കെ അതിനു വേണ്ടി നിൽക്കുന്ന സ്ത്രീകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളും ഉണ്ടാവും, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും. ട്രാൻസ്ജെൻഡേഴ്സ് ശരിക്കും ഇന്ത്യൻ്റെ പല ഭാഗത്തും ഉണ്ടല്ലോ ട്രാൻസ്ജെൻഡേഴ്സ്. ഇവർ പണ്ട് കാലങ്ങളിൽ നമ്മളെ നാട്ടിനൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവരിവിടെയൊക്കെ വന്ന് പിന്നെ കൊൽക്കത്ത, മുംബൈ, ബാംഗ്ലൂർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് താമസിക്കുകയാണ് പതിവ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, ഈ വീഡിയോ മാക്സിമം ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യാത്ര ടുഡേ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ദിൽഷാദ്, അദ്ദേഹത്തെ ഇപ്പോൾ 5-6 ദിവസമായിട്ട് ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അവസാനം ഇദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് കൊൽക്കത്തയിലാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം 6 ദിവസമായി ഇതുവരെയായിട്ട് ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. പക്ഷേ 5 ദിവസത്തിന് മുമ്പ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അയാൾ ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പൊ എന്തുമായാലും ഈ പറയുന്ന ദിൽഷാദിന്റെ വീട്ടുകാരുടെ പരാതിയിൽ പ്രകാരം കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആസാമിലാണ് ഇദ്ദേഹം ഇപ്പോഴുള്ളത് എന്നുള്ളൊരു വാർത്ത വരുന്നു. ഒഡീസയിലാണ് ഉള്ളതെന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ്. ആസാമിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ മഴയും വെള്ളപ്പൊക്കവും കാരണം റേഞ്ച് ഇല്ലാതായതാണോ എന്നുള്ള ഒരു കാര്യവും അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇദ്ദേഹം വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലല്ല, വിദേശത്ത് ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ കുടിവെള്ളമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി കിണർ കുഴിച്ച് അവിടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്ലോഗർ കൂടിയാണ് ഇദ്ദേഹം ആ പറയുന്ന നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികളോട് കാണിച്ച, അവിടുത്തെ ജനങ്ങളോട് കാണിച്ച നല്ല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ തിരിച്ച് നാട്ടിൽ എത്തിക്കുന്നിടം വരെ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെത് മാത്രമല്ല, ഈ ദിൽഷാദിന് വേണ്ടി വീഡിയോ ഇടുന്ന എല്ലാവരുടെയും വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിനു ശേഷം ആ പറയുന്ന സഹോദരൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയാനും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, അവരുടെ വീട്ടിലെ മാതാപിതാക്കളുടെ സങ്കടം ഇതൊക്കെ തീരണമെങ്കിൽ ആ സഹോദരൻ സേഫ് ആയിട്ട് തിരിച്ചു വരണം. എന്തായാലും നിങ്ങൾ വാർത്ത ഒന്ന് കേട്ട് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യം കൊണ്ട് പറഞ്ഞുതരാം. ട്രാവൽ ബ്ലോഗർ മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് ദിൽഷാദിനായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു. ദിൽഷാദിന്റെ കൂട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് യാത്ര പോയ ദിൽഷാദിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെയായത്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് ആണ് ചേരുന്നത്. ഇംതിയാസ്, എന്താണ് കുടുംബവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്? അവസാനമായി അവർക്ക് ദിൽഷാദുമായി സംസാരിക്കാൻ കഴിഞ്ഞത് എപ്പോഴാണ്? എന്താണ് പോലീസ് പറയുന്നത്? സൈബർ സെല്ലും പോലീസും ദിൽഷാദിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ആസാമിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് വീട്ടിലുള്ളവരൊക്കെ പറയുന്നത്. കാരണം നിരന്തരമായി വീട്ടിൽ നിന്ന് ഈ തരത്തിൽ പല രാജ്യങ്ങളിലേക്കും വീഡിയോ ചിത്രീകരണത്തിനായി ദിൽഷാദ് പോകാറുണ്ട്. അവിടെയൊക്കെ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചത് യൂട്യൂബിലൂടെ, യാത്ര ടുഡേ എന്ന പേജുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിക്കാറുള്ളത്, ആളുകളിലേക്ക് എത്തിക്കാറുള്ളത്. നിരവധി ഫോളോവേഴ്സ് ദിൽഷാദിന് ഉണ്ട് താനും. എന്നാൽ 6-ാം തീയതി ആസാമിലേക്കാണ് എന്ന് പറഞ്ഞു പോയെങ്കിലും 22-ാം തീയതി വരെ ഫോണിൽ ബന്ധപ്പെടാനും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ദിൽഷാദ് ആക്റ്റീവ് ആയിരുന്നു. എന്നാൽ 22-ാം തീയതി ശേഷം ഐ ആം ക്യൂട്ട് എന്നൊരു ഇൻസ്റ്റാ പോസ്റ്റാണ് ദിൽഷാദ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് കൂടെ വന്നപ്പോഴാണ് വീട്ടുകാർക്കും കൂട്ടുകാർക്കും ദിൽഷാദിനെ അറിയുന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ വലിയ മാനസിക പ്രയാസം നേരിടേണ്ടി വരുന്നത്. കാരണം ദിൽഷാദ് എവിടെയാണ്, എന്തു പറ്റി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പോലീസ് പ്രാഥമികമായി കുറെ അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും പോലീസിനും കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ദിൽഷാദിന്റെ അടുത്ത കൂട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ എല്ലാം ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. മലപ്പുറം സ്വദേശിയാണ് ഇദ്ദേഹം. എന്തായാലും ഇദ്ദേഹം ആഫ്രിക്കയിൽ പോയി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് അവിടെ കിണർ കുഴിച്ച് അവർക്ക് വെള്ളം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. എന്തായാലും ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പേര് രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രീയം കളിയൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ഇവിടെ ഇപ്പോഴാവശ്യം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു പയ്യനാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നതും അവന് വേണ്ടി കാത്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മുതലെടുപ്പുകൾ ഇതൊക്കെ ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവൻ അവിടെ ആഫ്രിക്കയിൽ മാത്രമല്ല കേട്ടോ, നിരവധി സ്ഥലങ്ങളിൽ അവന് അവിടെ പോയി കിണർ കുഴിച്ചു കൊടുക്കുകയും അവിടെയുള്ള ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ചെയ്തത് നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിൽഷാദ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അത്യാവശ്യമാണ്. ഓക്കെ, വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇങ്ങനെ ഈ ചെളിവെള്ളം ഉണ്ടാവും. ഈ ചെളിവെള്ളം
ഒരു കന്നാസിൽ എടുത്ത് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഊറി മേലത്തെ ചെളികളൊക്കെ പോകുമ്പോൾ മേലെ കുറച്ച് തെളിഞ്ഞ വെള്ളം കിട്ടും. ഈ വെള്ളമാണ് ഇവർ കൊണ്ടുപോയിട്ട് കുടിക്കുക. അങ്ങനെ അവിടെ ഒരു കിണർ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിൻ്റെ കൂടെ ഒരു സുഹൃത്ത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫസൽ എന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തന്നെ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു, നമ്മളൊരു കിണർ നേരിട്ട് ഇറങ്ങിയിട്ട് അന്ന് ചെയ്യാണ്. ഇന്ത്യയിൽ മുംബാസയിലാണ് ആദ്യത്തെ കിണർ ചെയ്യുന്നത്. ആ കിണറോട് കൂടിയിട്ട് നമ്മുടെ സ്വപ്നം, അതായത് ആഫ്രിക്കയിൽ ഒരു കിണർ ചെയ്ത് കൊടുക്കണം എന്നുള്ള സ്വപ്നം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം താൻസാനിയയിൽ വന്നു, അവിടെ 3 കിണർ, അവിടുന്ന് സാംബിയയിൽ കുഴക്കണം, ഒരുപാട് പേരൊക്കെ പോയിക്കും സഹായിക്കാനൊക്കെ ആയിട്ടും. ഏറ്റവും ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്ത് തീർത്ത ഒരു കിണറിൻ്റെ വർക്ക് ഒരു സ്കൂളിൽ ഞാൻ ഒരു കിണർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കാസി മാപ്പിയ എന്ന ഗ്രാമത്തിൻ്റെ പേര്. ഗ്രാമത്തിൽ ഒരു കിണർ ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് അവിടെ വെള്ളം കിട്ടിയെന്ന് കണ്ട സമയത്ത് ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ സ്കൂളിൽ വെള്ളമില്ല, അവിടെ ഓൾറെഡി ചർച്ചിൻ്റെ കീഴിൽ ഒരു കിണർ കുഴി. നമുക്ക് എല്ലാവർക്കും അറിയാം ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ. അവിടെ പോയി അങ്ങനെ ഒരു കിണർ വെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഒരു കിണർ വെട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് കാണിച്ച ഈ മനസ്സിനെയൊക്കെ നമ്മൾ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ആപത്താണോ അതോ എന്താണ്, നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കണം. നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു പയ്യനാണ്, അതും ആസാമിൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വെളിരാജ്യങ്ങളിലെല്ലാം പോയി സേഫായിട്ട് അദ്ദേഹം കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ താർ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബൈക്കിൽ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും സംഭവിക്കാത്ത കാര്യം ഇപ്പം നമ്മുടെ ഇന്ത്യക്കുള്ളിൽ വെച്ച് സംഭവിച്ചത് അത് വളരെ വേദന നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനുള്ള പല ഫോൺ നമ്പറുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താ പറയുക, ആസാമിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരിലേക്കൊക്കെ വീഡിയോകൾ എത്തിക്കാനും ഫോട്ടോ എത്തിക്കുവാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് എനിക്ക് ഇതിനോടകം പറയാനായിട്ടുള്ളത്. എന്തായാലും ബാക്കിയുടെ കണ്ടു. അവിടെ ഓൾറെഡി ചർച്ചിൻ്റെ കീഴിൽ ഒരു കിണർ കുഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം കാണാത്തോണ്ട് ഇട്ട് പോയി അവർ. ഇവിടെ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയ ഒരു സ്ഥലമാണ്. വെറുതെ കുറേ കുട്ടികൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. കാരണം കുട്ടികൾ ഡെയിലി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോകണം, 1.5 കിലോമീറ്റർ നടക്കണം. പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ചുമതല വെള്ളം കൊണ്ടുവരാനുള്ളത്. എന്നിട്ട് ഈ കുട്ടികൾ തലയിൽ വലിയ ബക്കറ്റൊക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഓരോ പീരീഡ് ഓരോ കുട്ടികൾക്കാണ് ഈ വെള്ളം കൊണ്ടുവരേണ്ടത്. ഓരോ ക്ലാസ്സിന് ഓരോ പീരീഡ് വെച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ ഒരു പീരീഡ് ഒരു 10-12 മീറ്റർ ആയപ്പോൾ മണ്ണൊക്കെ നല്ല നിലവുള്ള മണ്ണ് കിട്ടാൻ. പിന്നെ ഈ സാധനം വെള്ളം മേലെ എത്തിക്കാനുള്ള ഒരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ ടാങ്ക് ഉണ്ടാക്കി. അതിൻ്റെ മേലെ ടാങ്ക് വെച്ചിട്ട് പിന്നെ 100 മീറ്റർ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ടോട്ടൽ ഏരിയ എന്നുള്ളത്. 25ാമത്തെ ദിവസം വെള്ളം നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്ത് ടാങ്കിൽ വെള്ളമായി. പിന്നെ പൈപ്പിൽ വെള്ളം എത്തിച്ച് പൈപ്പ് തുറക്കുന്ന സമയത്ത്, അതായത് കുട്ടികൾക്ക് 1.5 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് 25 ദിവസം കൊണ്ട് ടോട്ടലി ആ സ്കൂളിൻ്റെ സിലബസിൽ നിന്ന് മാറ്റം വരികയാണ്. ഇവർക്ക് നമ്മളൊക്കെ സ്കൂളിലെ പോലെ തന്നെ സ്കൂളിൻ്റെ നേരെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്ന രീതിയിലേക്കാവാണ്. പിന്നെ വെള്ളം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി പിന്നെ ഒരു രംഗുണ്ട്. ഞാനപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അതായത് എനിക്ക് ഈ കുട്ടികൾ വെള്ളം എടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ മതി. പക്ഷേ കുട്ടികളൊക്കെ ഓടി ആദ്യം എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ആ സമയത്ത് ഞാൻ വണ്ടിയുടെ അടുത്ത് നിൽക്കുക. ആ സമയത്ത് കുട്ടികൾ ഓടി വന്നിട്ട് സത്യത്തിൽ നമ്മളെ കണ്ണിറങ്ങിയൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഈ കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അവരെ സന്തോഷം പങ്കുവെച്ചിട്ടാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. വെള്ളം കെട്ടി നിറപ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഈ ഒരു സംഭവത്തോട് കൂടി എൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും ഇത്രയൊക്കെ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ദിൽഷാദ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിനായിട്ടുള്ള അന്വേഷണം എത്രയും പെട്ടെന്ന് ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. പിന്നെ ഒരു കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രാണവായു എത്തിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തികൾക്ക് ദൈവം നല്ലത് തന്നെ കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഒരാപത്തും വരുത്തരുതേ എന്നാണ് പ്രാർത്ഥന. എന്തായാലും വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ ഓർക്കുക. എത്രയും പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടും. ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സുകളിലേക്കോ നിങ്ങൾക്ക് വിടാവുന്നതാണ്. ആസാമിൽ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആസാമിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ ഈ വീഡിയോ മാക്സിമം അവിടേക്ക് എത്തിച്ചു കൊടുക്കുക. അത് മാത്രവുമല്ല, നമുക്ക് ഈ പറയുന്ന ദിൽഷാദ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. പിന്നെ പലരും പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി എന്തെങ്കിലും കാണിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയൊന്നും കാണിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും ചിലപ്പോൾ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് റേഞ്ച് കട്ടായതാണോ അല്ല എങ്കിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതാണോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അത് പുറത്തു വരട്ടെ. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് സെർച്ചിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ പയ്യനാണ്, നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. അപ്പോൾ യാത്ര ടുഡേ എന്ന് പറയുന്ന ചാനലിലൂടെ അദ്ദേഹം യാത്രാ വിവരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലെ കാഴ്ചകളും നമ്മുടെ ഇന്ത്യയിലുള്ള കാഴ്ചകളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ച ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യണമെന്ന് തോന്നി. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും